ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതമേകാദശ സ്കന്ധം 30-ാം അധ്യായം. ഇപ്പോൾ നമ്മൾ ഇന്നലെ 42-ാം ശ്ലോകത്തിലാണ് നിർത്തിയതല്ലേ. അപ്പോൾ ദാരുകൻ ഭഗവാനെ കാണാനായിട്ട് ഭഗവാനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഭഗവാന്റെ സാരഥിയാണ് ദാരുകൻ അല്ലേ. ഭഗവാനെ അന്വേഷിച്ച് ഭഗവാന്റെ തിരുമേനിയിലുള്ള ആ തുളസിയുടെ ദിവ്യഗന്ധം മണത്ത് ആ ദിശയിലേക്ക് വണ്ടി ഓടിച്ച്, ഭഗവാന്റെ രഥമാണല്ലോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഭഗവാന്റെ അപ്രഭയോടുകൂടിയുള്ള ദേഹവും ഭഗവാനെ ശംഖചക്രാദികളായിട്ടുള്ള ആയുധങ്ങൾ ദേവതാസ്വരൂപം സ്വീകരിച്ച് ഭഗവാന്റെ ചുറ്റും നിന്ന് ഭഗവാനെ സേവിക്കുന്നു. ആലിൻ്റെ ചോട്ടിൽ എങ്ങനെ ഇരിക്കണേന്നൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചു. ഈ സ്ഥിതിയിലിരിക്കണ ഭഗവാനെ കണ്ടപ്പോൾ ദാരുകൻ്റെ മനസ്സിൽ സ്നേഹം ഇങ്ങനെ നിറഞ്ഞിട്ട് ഹൃദയം ദ്രവിക്കുകയും കണ്ണിൽ വെള്ളം കണ്ണീരങ്ങോട്ട് നിറയുകയും ചെയ്തു. ഉടനെ തേരിന്ന് ചാടി ദാരുകൻ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ചെന്ന് വീണങ്ങോട്ട് ഒറ്റ ചാട്ടം ചാടി ഭഗവാന്റെ തൃപ്പാദത്തിലേക്ക് ദാരുകൻ്റെ തല ആ പാദത്തിലെത്താൻ പാദത്തിന് അങ്ങനെ അങ്ങോട്ട് നമസ്കരിച്ചു. ആപശ്യതത്വച്ചരണാംബുജം പ്രഭോ ദൃഷ്ടി പ്രണഷ്ടാതമസി പ്രവിഷ്ടാം ദിശോ ന ജാനേന ലഭേ ച ശാന്തിം യഥാ നിശായാം ഉഢുവേ പ്രണഷ്ടേ. പ്രഭു ത്വച്ചരണാംബുജം, ഇന്ദിരവടിയുടെ തൃപ്പാദപത്മത്തെ അപശ്യത കാണാണ്ടിരുന്ന എൻ്റെ ദൃഷ്ടി കണ്ണ് പ്രണഷ്ട തീരെ നശിച്ചു. തമസി അന്ധകാരത്തിൽ പ്രവേശിച്ചു. നിശായാം രാത്രിയിൽ ഉടുമേ ചന്ദ്രൻ പ്രണഷ്ടേ നശിച്ചപ്പോൾ യഥ എന്ന പോലെ ദിശാദിക്കുകൾ ഞാൻ അറിഞ്ഞില്ല. ശാന്തിയെ ലഭിക്കണില്ല എന്ന് പറയുമ്പോൾ ഭഗവാനോട് പറയാം, മഹാപ്രഭു ഇന്ദിരവടിയുടെ തൃപ്പാദപത്മത്തെ കാണാത്തതുകൊണ്ട് എൻ്റെ കണ്ണുകൾ നഷ്ടപ്രായങ്ങളായി. മനസ്സിൽ ഉള്ള എൻ്റെ എനിക്ക് കണ്ണില്ലാത്ത പോലെയായി എന്ന് പറയുകയാണേ. ഭഗവാനെ മഹാപ്രഭു ഇന്ദിരവടിയുടെ ആ തൃപ്പാദം കാണാൻ സാധിക്കാത്തതുകൊണ്ട് എൻ്റെ കണ്ണ് നഷ്ടപ്പെട്ട പോലെ. മനസ്സിൽ വെളിച്ചം തീരെ ഇല്ലാണ്ടായപ്പോൾ അന്ധകാരത്തിലാകപ്പെട്ട പോലെ അന്ധകാരം വന്നങ്ങോട്ട് നിറഞ്ഞു. രാത്രിയിൽ ചന്ദ്രൻ ഇല്ലാണ്ടായാൽ ശുദ്ധ അന്ധകാരത്താൽ ദിക്കുകളൊന്നും അറിയില്ലല്ലോ. അതുപോലെ മനസ്സിന് അശേഷം ശാന്തി ഉണ്ടാവണില്ല ഭഗവാനെ എന്ന് പറയാം. ഇതി ഭ്രുവതി സൂതേ വൈരധോ ഗരുഡലാഞ്ജന ഖമുത്പപാദ രാജേന്ദ്ര സാശ്വധ്വജ ഉദീക്ഷിത. രാജേന്ദ്രൻ്റെ രാജശ്രേഷ്ഠ സൂതൻ ഇത് ഇപ്രകാരം ഭൂവതി പറയുമ്പോൾ ഗരുഡലാഞ്ജന, ഗരുഡനാവണ ഉടിയടയാളുള്ള രഥ തേര്, സാശ്വധ്വജ കുതിരകളോടും കുടിക്കൂറകളോടും കൂടി ഉദീക്ഷത നോക്കി നിൽക്കുമ്പോൾ അഘം ആകാശത്തെ ഉത്പതിച്ചു. ഭഗവാനെ പരീക്ഷത്തിനോട് പറയുക, ആര്? ഭഗവാൻ ശ്രീ ശുഗരേ, എൻ്റെ രാജശ്രേഷ്ഠ. സൂതൻ മുകളിൽ പറഞ്ഞു വിധം ഭഗവാനോട് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ ആ സൂതൻ ഓടിച്ചുകൊണ്ട് വന്ന ഗരുഡധ്വജായിട്ടുള്ള ഭഗവാന്റെ തേരും അതിൽ പൂട്ടിയിട്ടുള്ള കുതിരകളും ഒരുമിച്ച് ആകാശത്തേക്ക് അങ്ങോട്ട് പൊങ്ങിപ്പോണ് സൂതൻ അങ്ങോട്ട് കണ്ടു. തമന്വഗച്ഛൻ ദിവ്യാണി വിഷ്ണു പ്രഹരണാനി ച തേനാദിവിസ്മിതാത്മാനം സുതമാഹ. ജനാർദ്ദന ദിവ്യാനി, ദിവ്യങ്ങളായിട്ടുള്ള വിഷ്ണു പ്രഹരണാനി, വിഷ്ണുവിൻ്റെ ആയുധങ്ങൾ ആ തേരിനെ അന്വഗച്ഛൻ അനുഭവിച്ചു. തേന അതുകൊണ്ട് അതിവിസ്മിതാത്മനം അധികം ആശ്ചര്യപ്പെട്ട സൂതനോട് ജനാർദ്ദന ശ്രീകൃഷ്ണനാഹ പറഞ്ഞു, ഭഗവാന്റെ ആയുധങ്ങൾ, ഭഗവാന്റെ രഥത്തിൽ അനവധി ആയുധങ്ങളുണ്ടായല്ലോ. അപ്പോൾ തേര് ആകാശത്തേക്ക് ഇങ്ങോട്ട് പൊങ്ങിപ്പോയപ്പോൾ അതിൻ്റെ കൂടെ ആ തേരിൻ്റെ പിന്നാലെ ഭഗവാന്റെ ആയുധങ്ങളും തേരിൻ്റെ പിന്നാലെ അങ്ങോട്ട് വൈകുണ്ഠലോകത്തിലേക്ക് അങ്ങോട്ട് പോയി അല്ലേ. ഇതൊക്കെ കണ്ടാകെ അന്ധാളിച്ച് നിൽക്കണ, അന്തം വിട്ട് നിൽക്കണ ദാരുകനോട് ഭഗവാൻ പറയുക,
ഗച്ഛ ദ്വാരവതീം സൂത ജ്ഞാതീനാം നിധനം മിഥ സംഘർഷണസ്യ നിര്യാണം ബന്ധുഭ്യോ ബ്രൂഹി മദ്ദശാം സൂത. എൻ്റെ സൂത ദ്വാരവതീം ദ്വാരകയിലേക്ക് ഗച്ഛ പൊക്കോളൂ. ജ്ഞാതീനാം ബന്ധുക്കളുടെ മിഥന്യോന്യം നിധനം മരണത്തെയും മദ്ദശാം എൻ്റെ സ്ഥിതിയും ബന്ധുക്കൾക്ക് ബ്രൂഹി പറഞ്ഞോളൂ എന്ന് പറയുക. ഭഗവാൻ സൂതനോട് പറയുക, ഇതൊക്കെ കണ്ട് ധടിച്ചിക്കണ സൂത, ഇപ്പോൾ ദ്വാരകയിലേക്ക് പോകണം. അവിടെ നമ്മുടെ ആൾക്കാരൊക്കെ യദുക്കൾ, നമ്മുടെ വംശക്കാർ മുഴുവനും അന്യോന്യം കലഹിച്ച് മരിച്ചതും ജ്യേഷ്ഠൻ ശരീരം ഉപേക്ഷിച്ചതും സമാധി അടഞ്ഞതേ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും ഒക്കെ ബന്ധുക്കളെ അറിയിക്കുക. ദ്വാരകായാം ചനസ്ഥേയം ഭവദ്ഭിശ്ച സ്വബന്ധുഭി മയാ ത്യക്താം യദുപുരീം സമുദ്ര പ്ലാവയിഷ്യതി ഭവദ്ഭി. നിങ്ങളാൽ സ്വബന്ധുഭി ബന്ധുക്കളോടുകൂടി ദ്വാരകായാം ദ്വാരകയിൽ നസ്ഥേയം ഇരിക്കത്തക്കതല്ല. മയ എന്നാൽ ത്യക്താം ഉപേക്ഷിക്കപ്പെട്ട യദുപുരീം യദുപുരിയെ സമുദ്ര പ്ലാവയിഷ്യതി. ഇപ്പോൾ പറയുക, ദ്വാരകനോട് പറയുക, ദ്വാരകനോട് ഇനി ദാരുക നിങ്ങളും എൻ്റെ ബന്ധുക്കളും അല്ലെ യദുക്കളാരും ഇനി ദ്വാരകയിലിരിക്കരുത്. ഞാൻ ഉപേക്ഷിച്ച ദ്വാരക ഉടനെ സമുദ്രത്തിൽ മുങ്ങിപ്പോവും. സ്വം പരിഗ്രഹം സർവേ ആദായ പിതരൗചന അർജുനേനാവിതാ സർവേ ഇന്ദ്രപ്രസ്ഥം ഗമിഷ്യത. സർവേ എല്ലാവരും സ്വം അവരവരുടെ സംബന്ധിയായിട്ടുള്ള പരിഗ്രഹം മുതലിനെയും ഞങ്ങളുടെ പിതരൗജ അച്ഛനമ്മമാർ ആദായ കൂടെ കൂട്ടിയിട്ട് അർജുനാൽ അവിത രക്ഷിക്കപ്പെട്ട് ഇന്ദ്രപ്രസ്ഥത്തേക്ക് പൊക്കുള്ളൂ എന്ന് പറയാം. അപ്പോൾ ഭഗവാൻ പറയാതാരും എല്ലാവരെയും അവരവരുടെ സർവ്വവസ്തുക്കളും കൂടെ എടുത്ത് ഞങ്ങളുടെ അമ്മമാരെയും ഒരുമിച്ച് കൂട്ടി അർജുനൻ്റെ രക്ഷയിൽ വേഗം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പൊക്കോളൂ. ത്വം തുമർധർമ്മമാസ്ഥായ ജ്ഞാനനിഷ്ഠ ഉപേക്ഷക മന്മായാരചനാമേതാം വിജ്ഞായോപ ശമം വ്രജ. ത്വം തു നീയാവട്ടെ ധർമ്മം എൻ്റെ ധർമ്മത്തെ ആസ്ഥായ സ്വീകരിച്ച് ജ്ഞാനനിഷ്ഠ ജ്ഞാനത്തിൽ സ്ഥിരനും ഉപേക്ഷക എല്ലാം ഉപേക്ഷിക്കുന്നവനായിട്ട് ഏതാം ഇതിനെ മന്മായാരചനം എൻ്റെ മായയാൽ ഉണ്ടാക്കപ്പെട്ടതായിട്ട് വിജ്ഞായ അറിഞ്ഞ് ഉപശമം ശാന്തിയെ വ്രജ പ്രാപിക്കണമെന്ന് പറയുക. അപ്പോൾ ദാരുകനോട് പ്രത്യേക ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് ഭഗവാനെ, നീ ദാരുക നീ എന്നെ സേവിച്ചും ജ്ഞാനത്തീന്ന് തെറ്റാണ്ടും അല്ലേ ഭൗതികമായിട്ടുള്ള അന്യവസ്തുക്കളെ ഒന്നിനെയും ആഗ്രഹിക്കാണ്ടും ഇരുന്നുകൊണ്ട് എൻ്റെ ശരീരസ്വീകാരാദി ഞാൻ ശരീരം സ്വീകരിച്ചതും ചെയ്ത കർമ്മങ്ങളും സർവ്വവും മായാശക്തിയാൽ ഉണ്ടാക്കപ്പെട്ടതാണെന്നുള്ള തത്വം മനസ്സിലാക്കി അതിനെക്കുറിച്ച് വിഷമിക്കാണ്ടേ ശാന്തിയോടുകൂടി ഇരുന്നോളൂ. ഇത്യുക്തസ്തം പരിക്രമ്യ. ഇപ്പോൾ ഭഗവാൻ ജ്ഞാനോപദേശം ദാരുകിനും കൊടുത്തിട്ടുണ്ടോ? ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വർത്താനമൊന്നും പറയേണ്ട ആവശ്യം ഉണ്ടാവില്ലേ. ഇത്യുക്തസ്തം പരിക്രമ്യ നമസ്കൃത്യ പുനഃ തത്പാദോ ശീർഷ്ണ്യപാധായ ദുർമനഃ പ്രയയൗ പുരീം. അപ്പോൾ ഇത് പ്രകാരം കഥ പറയപ്പെട്ടവനായിട്ട് അവനെ പരിക്രമ്യ പ്രദക്ഷിണം ചെയ്തിട്ട് പിന്നെയും നമസ്കൃത്യ ഭഗവാനെ നമസ്കരിച്ചിട്ട് തൽപാദോ ഭഗവാന്റെ തൃപ്പാദങ്ങളെ ശീർഷണി ശിരസിൽ ഉപാധായ നന്നായി ധരിച്ചിട്ട് ദുർമന മനോവ്യസനത്തോടുകൂടി പുരിയെ പ്രയാണം ചെയ്തു. ഭഗവാൻ ഇങ്ങനെ അരുളി ചെയ്ത് അങ്ങോട്ട് കേട്ടപ്പോൾ സൂതൻ ഭഗവാനെ പ്രദക്ഷിണവും നമസ്കാരമൊക്കെ ചെയ്തു. തൻ്റെ ശിരസ്സുകൊണ്ട് ഭഗവാന്റെ തൃപ്പാദങ്ങൾ സ്പർശിച്ച് മനസ്സിൽ ദുഃഖത്തോടുകൂടി ഭഗവാനെ പ്രീണ മഹാവിഷമത്തോടുകൂടി ദ്വാരകയിലേക്ക് അങ്ങോട്ട് പോയി. ഇത് ശ്രീമദ്ഭാഗവതി മഹാപുരാണേ ഏകാദശസ്കന്ധേ യദുകുലസംശയോ നാമ ത്രിംശാധ്യായ. ശ്രീഹരേ നമ ശ്രീഹരേ നമ ശ്രീഹരേ നമ. ഗോപികാജീവനസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ ഗോപികാചരണസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതമേകാദശസ്കന്ധം 31 അധ്യായം. ശ്രീശുക ഉവാച
അധ തത്രാഗമദ്ബ്രഹ്മാ ഭവാന്യാ ച സമം ഭവ മഹേന്ദ്ര പ്രമുഖാ ദേവാ മുനയ സ പ്രജേശ്വര. അധ അതിനു ശേഷം തത്ര അവിടെ ബ്രഹ്മാവും ഭവാന്യാ സമം പാർവതിയോടുകൂടി ഭവാച പരമേശ്വരനും മഹേന്ദ്ര പ്രമുഖ മഹേന്ദ്രൻ തുടങ്ങിയ ദേവാദേവന്മാരും സപ്രജയേശ്വര പ്രജാപതികളോടുകൂടിയ മുനികളും ആഗമിച്ചു എന്ന് പറയാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇഹലോകം ഉപേക്ഷിച്ച് വൈകുണ്ഠം പ്രാപിച്ചു അല്ലേ. ആദ്യം ദേവന്മാരെ യാദവരാക്കി തീർത്തു, ഇപ്പോൾ യാദവന്മാരെ ദേവന്മാരാക്കിയും തീർത്തു. കുലത്തെ നശിപ്പിച്ചിട്ടേ ദേവലോകത്തേക്ക് തിരിച്ചുവിട്ടു. ഈ സംഗതിയാണ് ഇനി 31-ാം അധ്യായത്തിൽ വിവരിക്കണേ. അപ്പോൾ ശ്രീ ദാരുകൻ പോയ ശേഷം ഭഗവാനിരിക്കുന്ന ആലിഞ്ചോട്ടിലേക്ക് ബ്രഹ്മദേവനും ഭഗവാൻ ശ്രീ പരമേശ്വരൻ ഭഗവതി ശ്രീപാർവതിയോട് ഒരുമിച്ച് മരീചി അങ്കിരസം തുടങ്ങിയ പ്രജാപതികളോടുകൂടി സനകാദി മുനിമാരും ദേവേന്ദ്രനും തുടങ്ങിയ മറ്റുള്ള ദേവന്മാരൊക്കെ അങ്ങനെ വന്നു. ഭഗവാൻ പിരിഞ്ഞുപോയാലേ ഭഗവതിയും ഭഗവാൻ പരമേശ്വരനും ഭഗവതി പാർവതിയും ബ്രഹ്മദേവനും മറ്റുള്ള ദേവേന്ദ്രനും ദേവന്മാരൊക്കെ അവിടെ ഭഗവാനെ ഒരു നോക്ക് കാണാനായിട്ട് വന്നു. പിതര സിദ്ധഗന്ധർവ വിദ്യാധരമഹോരഗ ചാരണായക്ഷരക്ഷാംസി കിന്നരാപ്സരസു ദ്വിജ. പിതൃദേവന്മാർ സിദ്ധഗന്ധർവ സിദ്ധന്മാർ ഗന്ധർവന്മാർ വിദ്യാധരമഹോരഗ വിദ്യാധരന്മാർ മഹാസർപ്പങ്ങൾ ചാരണന്മാർ യക്ഷരക്ഷാംസി യക്ഷന്മാർ രക്ഷസുകൾ കിന്നര അപ്സരസ കിന്നരന്മാർ അപ്സരസുകൾ ദ്വിജ പക്ഷികൾ ബ്രാഹ്മണർ എന്നിവർ. അവിടെ പിതൃദേവന്മാർ ഭഗവാനെ കാണാൻ സിദ്ധന്മാർ ഗന്ധർവന്മാർ വിദ്യാധരന്മാർ മഹാസർപ്പങ്ങൾ ചാരണന്മാർ യക്ഷന്മാർ രക്ഷസുകൾ കിന്നരന്മാർ അപ്സരസുകൾ ഗരുഡലോകത്തിലുള്ള പക്ഷികൾ വരെ എത്തി അല്ലേ. മൈത്രേയ മഹർഷി ഭഗവാനെ തുടങ്ങിയ ബ്രാഹ്മണർ ഒക്കെ അവിടെ അങ്ങോട്ട് എത്തി. ദ്രഷ്ടു കാമാ ഭഗവതൂ നിര്യാണം പരമോത്സുകാ ഗായന്തശ്ച ഗൃണന്തശ്ച ശൗരീ കർമാണി ജന്മച. ഭഗവാന്റെ നിര്യാണത്തെ ദൃഷ്ടുകാമ കാണാൻ ഭഗവാന്റെ മഹാസമാധി കാണാൻ മോഹമുള്ളവരായിട്ട് വന്ന് പരമോത്സുക വളരെ ഉത്സാഹികളായിട്ട് ശൗരിയുടെ കർമ്മങ്ങളെയും ജന്മത്തെയും ഗായന്ത പാടണൂരും ഗൃണന്ത കീർത്തിക്കണൂരുമായിട്ട് വന്നു. ഭഗവാൻ തൻ്റെ അവതാര സ്വരൂപം ഉപേക്ഷിച്ച് മഹാസമാധി അടയല്ലേ സ്വസ്ഥാനം പ്രാപിക്കുന്നത് കാണാൻ മോഹത്തോടുകൂടി വലിയ ഉത്സാഹികളായിട്ട് ഭഗവാന്റെ അവതാരമാഹാത്മ്യവും ഭൂഭാരം തീർക്കാനായിട്ട് ചെയ്ത ദിവ്യകർമ്മങ്ങളെയൊക്കെ കീർത്തനങ്ങളായിട്ട് ഉറക്കപ്പാടി കീർത്തിച്ചും കൊണ്ടാണ് ദേവന്മാർ അവിടേക്ക് വന്നത്. വൃഷൂ പുഷ്പവർഷാണി വിമാനാവലിഭിന്നഭ കുർവന്തസങ്കുലം രാജൻ ഭക്തിയാ പരമയായുധാം. വിമാനസമൂഹങ്ങളെ കൊണ്ട് നഭാകാശത്തെ സങ്കുലം തിങ്ങിയതായി കണ്ടിട്ട് കുർവന്ത ചെയ്തുകൊണ്ട് പരമയ ഉത്കൃഷ്ടിയായിട്ടുള്ള ഭക്തിയായുധ ഭക്തിയോടുകൂടി രാജൻ്റെ രാജാവേ പുഷ്പവർഷങ്ങളെ വർഷിച്ചു. ഇപ്പോൾ പരീക്ഷിത് രാജാവിനോട് പറയാൻ, എൻ്റെ രാജാവേ ഈ ദേവന്മാരും കിന്നരന്മാരും ഒക്കെ അവരവരുടെ വിമാനങ്ങളിൽ കയറിയാണ് വന്നേ. ഇത്ര കൂടാനുകൂടി ദേവന്മാരും കിന്നരന്മാരും ഉള്ള അവരുടെ വന്ന വിമാനം കൊണ്ട് ആകാശം കൊണ്ടൊന്ന് അറിഞ്ഞു. അവരോ അങ്ങനെ ആകാശം മുഴുവൻ ഇങ്ങനെ നിറഞ്ഞ് വിമാനങ്ങൾ ഇങ്ങനെ അനവധി വന്നുകൂടിയപ്പോൾ വിമാനങ്ങളെ കൊണ്ട് ആകാശം നിറഞ്ഞു. ആകാശം മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന വിമാനങ്ങളിൽ ഇരുന്നുകൊണ്ട് അവർ ഭഗവാന്റെ ആ ദിവ്യമംഗളായിട്ടുള്ള ആ ഭഗവാന്റെ ശരീരത്തിൽ പൂക്കളിങ്ങനെ വർഷിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നിന്നു. ദേവന്മാരും സർവത്ര പേരും ഭഗവാൻ പിതാമഹം വീക്ഷ്യ വിഭൂതിർ ആത്മനു വിഭൂ സംയോജ്യ മനിയാത്മാനം പത്മനേത്രേ ന്യമീലയത്. വിഭു സർവവ്യാപകനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ പിതാമഹ ബ്രഹ്മാവിനെയും ആത്മന തൻ്റെ വിഭൂതികളെയും വീക്ഷ്യ കണ്ടിട്ട് ആത്മനി ആത്മാവിനെ
സംയോജ്യ യോജിപ്പിച്ചിട്ട് പത്മനേത്രേ താമരപ്പൂവുള്ള കണ്ണുകളെ നിമീലിയത് അടച്ചു എന്ന് പറയും. അപ്പോൾ സർവവ്യാപിയായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ, വിഷ്ണു എന്നുള്ള പദത്തിൻ്റെ അർത്ഥം തന്നെ സർവവ്യാപിയാണ് അല്ലേ. തൻ്റെ വിഭൂതികൾ, തൻ്റെ തന്നെ അംശങ്ങളായിട്ടുള്ള ബ്രഹ്മാവിനെയും ദേവന്മാരെയൊക്കെ കണ്ട ഉടനെ മനസ്സിനെ ഭഗവാനിൽ, ആത്മാവാണല്ലോ ഭഗവാൻ, ആത്മാവിൽ തന്നെ ലയിപ്പിച്ചുകൊണ്ട് താമരദളം പോലെ അതിമനോഹരമായിട്ടുള്ള കണ്ണുകൾ അങ്ങോട്ട് അടച്ചു. ദേവന്മാരെ ഭഗവാനെ അവരവരുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടാവന്നേക്കണേ. ഏതെങ്കിലും ഒരാളുടെ ലോകത്ത് പോയാൽ മറ്റുള്ളവർക്ക് സങ്കടവും, ഹേയ് ഭഗവാൻ ഞങ്ങളുടെ ലോകത്തേക്ക് വന്നില്ലല്ലോ, അപ്പോൾ ബ്രഹ്മദേവൻ്റെ ലോകത്ത് പോകണം എന്നുള്ള മോഹം. ഭഗവാൻ ശ്രീ പരമേശ്വരനോ തൻ്റെ ലോകത്തേക്ക് ഭഗവാനെ കൊണ്ടുപോകണം, പാർവതിക്കും ദേവേന്ദ്രൻ എൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ഓരോരോ ദേവന്മാർ അവരവരുടെ ലോകത്തേക്ക് കൊണ്ടുപോകണമെന്ന് മോഹിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഒരിടത്ത് പോയാൽ മറ്റുള്ളവർക്ക് സങ്കടവും. അതുകൊണ്ട് നേരിട്ട് അങ്ങോട്ട് വൈകുണ്ഠത്തിലേക്ക് പോകാൻ ഭഗവാൻ ഉറച്ചു. എല്ലാവരെയും വഞ്ചിക്കാനെന്നുള്ള ഭാവത്തിൽ മഹാസമാധിയിൽ ഇരിക്കും പോലെ കണ്ണടങ്ങട് സമാധിയിലേക്ക് പോയ പോലെ കണ്ണങ്ങട് അടച്ചു. അല്ലാണ്ട് എപ്പോഴും ബ്രഹ്മാനന്ദത്തിൽ നിന്ന് തെറ്റാണ്ടിരിക്കണ ഭഗവാന് സമാധിയുടെ ആവശ്യമൊന്നുമില്ലോ. ലോകാഭിരാമം സ്വതനും ധാരണധ്യാനമംഗളം യോഗധാരണയ അഗ്നേയാത് അധഗ്ധ്വാധാമാവിശത്സ്വകം. ലോകാഭിരാമം, ലോകങ്ങളുടെ മനസ്സിനെ ആനന്ദിപ്പിക്കണം. ധാരണധ്യാനമംഗളം, ധാരണയ്ക്കും ധ്യാനത്തിനും ശോഭനായിട്ട് ഇരിക്കണ സ്വതനും, സ്വന്തം ദേഹത്തെ അഗ്നിയെ സംബന്ധിച്ച യോഗധാരണയാ, യോഗധാരണ കൊണ്ട് ദഹിപ്പിക്കാണ്ട് സ്വന്തം സ്ഥാനമായിട്ടുള്ള ധാമത്തെ പ്രവേശിപ്പിച്ചു. ഇപ്പോൾ സകല ജനങ്ങളെയും മനസ്സിനെ ആനന്ദിപ്പിക്കത്തക്ക സൗന്ദര്യത്തോടും അല്ലേ, സകല ജീവജാലങ്ങളെയും വിശ്വത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്ന അതിസൗന്ദര്യമാണ് ഭഗവാന്റെ ശരീരത്തിനല്ലേ. അത്ര സൗന്ദര്യമുള്ള ഭഗവാന്റെ ആ ശരീരം മാത്രമല്ല സകല യോഗേശ്വരന്മാർക്കും ധ്യാന വിഷയമാണ് ഭഗവത് ശരീരം. അങ്ങനെയുള്ള ആ ദിവ്യമംഗള വിഗ്രഹത്തെ ഭഗവതി സതീദേവി എന്താ ചെയ്ത് പോണ സമയത്ത് അഗ്നിധാരണ ചെയ്ത് ദഹിപ്പിച്ചു. ഭഗവാൻ സാധാരണ ഋഷിമാരങ്ങനെയാണ് ചെയ്യുക. ഭഗവാൻ അതൊന്നും ചെയ്തില്ല. അഗ്നിധാരണ കൊണ്ട് ദഹിപ്പിക്കാണ്ട് ശരീരം തന്നെ എടുത്തുകൊണ്ട് ഭഗവാൻ സ്വന്തം സ്ഥാനത്തേക്ക് പോയി. സാധാരണ യോഗികൾ ഭഗവതി സതീദേവി എന്താ ചെയ്തതെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. മൂലാധാരത്തിലുള്ള അഗ്നിയെ ധാരണാസാമർഥ്യത്താൽ ഉജ്ജ്വലിപ്പിച്ച് ദേഹത്തെ ഭസ്മാക്കിയിട്ടാണ് അവർ സ്വന്തം ലോകത്തേക്ക് പോവുക. അപ്പോൾ അവർ പരമഗതി പ്രാപിക്കുക ഋഷിമാർ. ഭഗവാനൊക്കെ സ്വന്തം ലോകത്തേക്ക് പോവുക അല്ലേ, സതീദേവിയൊക്കെ. ഭഗവാൻ അങ്ങനെയല്ലേ ചെയ്ത് സകല ലോകത്തിന് ആശ്രയമായിരിക്കുന്ന ഭഗവത് ശരീരത്തെ ധ്യാനിക്കണ ഏവർക്കും അതേവിധം പ്രത്യക്ഷമായി വരത്തക്ക വിധ ദിവ്യ ശരീരത്തോടുകൂടി ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് പോയി. അല്ലെങ്കിൽ അഗ്നി കൊണ്ട് ദഹിപ്പിക്കാണ്ട് സ്വന്തം ശക്തിയാൽ ലോകങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് തൻ്റെ ശരീരം അങ്ങോട്ട് മറിച്ചു. ഭഗവാൻ സ്വസ്ഥാനത്തേക്ക് പോയി എന്നാവണേൽ ദോഷമില്ല. ദിവിദുന്ദുഭയോ നേതു പേതു സുമനസശ്ചഘാത് സത്യം ധർമ്മോ ധൃതിർഭൂമി കീർത്തി ശ്രീശാനുതം യയു. ദിവ്യാകാശത്തിൽ ദുന്ദുഭികൾ നേതു ശബ്ദിച്ചു. ഘാത് ആകാശത്തുനിന്ന് സുമനസാ പുഷ്പങ്ങൾ പേതു പതിച്ചു. ഭൂമിന്ന് സത്യം സത്യവും ധർമ്മവും ധൃതിയും കീർത്തിയും ശ്രീയും തം അനുയാനം ചെയ്തു. ഭഗവാന്റെ ദിവ്യശരീരം തങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് അങ്ങോട്ട് മറിഞ്ഞപ്പോൾ സകല ദേവന്മാരും അവരവരുടെ ലോകത്തേക്ക് ഭഗവാൻ എഴുന്നള്ളുന്നുള്ള വിചാരം കൊണ്ട് അവരവരുടെ ലോകത്തിൽ നിന്ന് ദിവ്യവാദ്യങ്ങൾ അങ്ങോട്ട് മുഴക്കി തുടങ്ങി. പുഷ്പവർഷവും ചെയ്തു. ഭഗവാൻ സ്വന്തം സ്വരൂപം ഈ ഇഹലോകത്തിൽ നിന്ന് മറിച്ചപ്പോൾ സത്യം ധർമ്മം ധൈര്യം കീർത്തി ഐശ്വര്യം ഈ ശ്രേഷ്ഠ ഗുണങ്ങളും ഭൂമിയിൽ നിന്നും മറിഞ്ഞു. അപ്പോൾ എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയിട്ട് പെരുമ്പറ മുഴക്കി ഭഗവാൻ വരുന്ന പ്രതീക്ഷിച്ചിട്ട് ഭഗവാന്റെ കൂടെ സത്യം ധർമ്മം ധൈര്യം കീർത്തി ഐശ്വര്യം ഈ സർവ്വഗുണങ്ങളും ഭൂമിയിൽ നിന്ന് തിരിച്ചു പോവുകയും ചെയ്തു. അപ്പം നമ്മളൊന്ന് 7-ാം ശ്ലോകത്തിൽ നിർത്തിയിട്ട് നാളെ 8 തുടങ്ങും. ശ്രീഹരി നമ ശ്രീഹരി നമ ശ്രീഹരി നമ.
ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ ഗോപികാ ചരണസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദം.